ദ സ്റ്റുഡൻറ്റ് ജേർണൽ അൺഎഡിറ്റഡ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായില്ലേ. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് തുടങ്ങി. ഒരു എക്സാം കഴിഞ്ഞു. ഇന്നലെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീക്കിൽ എക്സാം ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിലൊരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. എനിക്കതങ്ങോട്ട് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കണം തോന്നി. അപ്പോൾ ഷേക്കൊക്കെ ഉണ്ടാക്കി ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനൊരു 7 days ചലഞ്ചാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ 7 days ഞാൻ എന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സ്ക്രീൻ ടൈം, അല്ലാതെയുള്ള മടി, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് 8:8 റൂളാണ്. ഈ റൂൾ എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതാണ് ഞാനിത് അഡോപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. മെയിനായിട്ട് 3 ഹാബിറ്റ്സാണ് ഞാനിവിടെ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എക്സസൈസ്, മെഡിറ്റേഷൻ ആൻഡ് റീഡിങ്. ഞാനിപ്പോൾ ഓൾറെഡി ബുക്ക് വായിക്കുന്നുണ്ട്, അത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകുക. പിന്നെ എക്സസൈസ്, മെഡിറ്റേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഈ ചലഞ്ചിൻ്റെ റൂളെന്ന് പറയുന്നത്, ഒന്നാമത്തത് 8:8 റൂൾ ഫോളോ ചെയ്യുക. 2, ഈ മേലിൽ പറഞ്ഞിരിക്കുന്ന ഹാബിറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സ്ക്രീൻ ടൈം 50% ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി സ്റ്റഡി ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. ഇനി നമുക്ക് ഡേ 1 കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ എഴുന്നേറ്റപ്പം 8:45 ആയിട്ടോ. ഞാൻ 5 മിനിറ്റ് ബെഡിലിരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തു. എന്നിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു ബെഡിൻ്റെ കോലം. അപ്പം ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി ഇട്ടു. അച്ഛനും ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് 8 hours സ്റ്റഡി. അപ്പം ഞാൻ പഠിക്കാൻ നിന്നപ്പം 10:45 ആവാറായിട്ടുണ്ടായിരുന്നു. ഇൻകം ടാക്സാണ് ഞാൻ പഠിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ PDF ഒക്കെ നോക്കി പഠിച്ചു. ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ട്. ഏകദേശം 1:05 വരെ ഞാൻ ഒട്ടും സ്ട്രെസ്സിലിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5 minute ബ്രേക്ക് എടുത്തു. ഒന്ന് പത്തൊക്കെ അടുത്ത സ്റ്റഡി സെഷനാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നുള്ളൂ. ഒന്നരയൊക്കെ ആയപ്പോൾ ഞാൻ ചോറിനാനായിട്ട് എഴുന്നേറ്റു. ചോറിന് ഞാൻ നോക്കിയപ്പം പയറുതോരനായിരുന്നു. എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാനൊരു മുട്ടത്തോരൻ ഉണ്ടാക്കി. അപ്പോൾ ടേസ്റ്റി മുട്ടത്തോരൻ റെഡി. ഞാൻ കുറച്ച് നേരം യൂട്യൂബൊക്കെ കണ്ട് ചോറുണ്ടോ. 2:15 ആയപ്പോൾ വീണ്ടും പഠിക്കാനിരുന്നു. ഞാൻ തിയറി സബ്ജക്റ്റാണ് പഠിക്കുന്നത്. അപ്പം പുറത്തേക്കൊക്കെ നോക്കി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. എനിക്ക് കിടക്കണം എന്നിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം കൺട്രോൾ ചെയ്തിരുന്നു. 3:30 ആയപ്പോൾ ഞാൻ പഠിത്തം നിർത്തി കയറി കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഒരു 4:45 ആയപ്പോൾ എഴുന്നേറ്റു. ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി.
അതൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ് ആയിരുന്നു. മുറിക്കൊക്കെ ഒന്ന് അടിച്ചു വാരി കുളിച്ചു, പിന്നെ വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചു. വിളക്കൊക്കെ വെച്ച് ഇനി പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഫേസ് പാക്കൊക്കെ മുഖത്തിട്ടിട്ടുണ്ട്. ഇനി പഠിക്കാനിരിക്കാം. ഇനി 3.25 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം നോക്കി തീർത്ത തിയറി സബ്ജക്റ്റ് തന്നെ വീണ്ടും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊരു കുറേ നേരം നോക്കി. ഇനി 1 മണിക്കൂർ ബാക്കിയുണ്ട് 9:30 ആയപ്പോൾ. അതിനുശേഷം ഞാൻ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ കഴിക്കാൻ പോയത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഉച്ചക്കത്തെ ചോറ് തന്നെയായിരുന്നു. 9:45 ആയപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് വന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ 1 മണിക്കൂറും കൂടി ഉള്ളൂ ഇരുന്ന് വായിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന് വായിച്ചു. അങ്ങനെ ഫൈനലി 8 മണിക്കൂർ ഇരുന്ന് പഠിച്ചു. ഞാൻ കുറേ നാൾ കൂടിയാണ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്. എനിക്ക് 8 അവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഫൈനലി വി ഡിഡ് ഇറ്റ്. അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് ഉറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ഹാബിറ്റിലുണ്ടല്ലോ. അപ്പം ഇത് ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് അച്ഛൻ എനിക്ക് ബുക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു, 2 ബുക്ക്. അപ്പം അതന്ന് ഞാൻ അൺബോക്സ് ചെയ്ത വീഡിയോ ആണ്. അറ്റോമിക് ഹാബിറ്റ്സും ഇക്കിഗൈയും. എനിക്ക് ഒരുപാട് നാളായിട്ട് വായിക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചു വെച്ച ബുക്കായിരുന്നു. റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ബുക്കാണ് കേട്ടോ അറ്റോമിക് ഹാബിറ്റ്. കാരണം ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി ഒരു ബുക്കും കൂടെയാണല്ലോ. അപ്പോൾ ഇത് വളരെ ആപ്റ്റായിരിക്കും. ഞാൻ അങ്ങനെ വലിയൊരു റീഡിങ് ഹാബിറ്റുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ എനിക്കിത് അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഡെയിലി 20 പേജസ് വെച്ച് വായിക്കുന്നുള്ളൂ. അത് ഒരു ഹാബിറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബുക്ക് വായിക്കാം. സ്ക്രീൻ ടൈം കുറയ്ക്കാമെന്നുള്ള ഒരു എയിമും കൂടെ നമുക്ക് ഇതിൽ നിന്ന് പറ്റും കേട്ടോ. കാരണം ഇപ്പം എല്ലാവരും തന്നെ ഈ രാത്രി ഇപ്പോൾ ഞാൻ ഡെയിലി 20 പേജസ് ആയിട്ടാണ് വായിക്കുന്നത്. അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഈ ഹാബിറ്റ് കൊണ്ടുപോകണമെങ്കിൽ ഡെയിലി നമുക്ക് കൂടുതൽ പേജസ് വായിക്കാനായിട്ട് പറ്റും. അങ്ങനെ ബുക്കൊക്കെ വായിച്ചു, 20 പേജസ് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവല്ല. എനിക്കിനി വീഡിയോ എഡിറ്റ് ചെയ്യണം. എന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.